1958 മുതല് ഈ മലങ്കര സഭയുടെ ഭരണഘടന അംഗീകരിച്ചുകൊണ്ട് 1970 വരെ ഒരു പ്രശ്നവുമില്ല നടന്നതല്ലേ? ഈ ഒരു പ്രശ്നവും നടന്നു. അന്ന് 34 ഭരണഘടന അനുസരിക്കുന്നതായ സമയത്ത് ആ 34 ഭരണഘടനയ്ക്കകത്ത് മൂന്നാമത്തെ ക്ലോസിനകത്ത് പ്രധാനമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്താ? ഈ സഭയെ യാക്കോബായ എന്ന് വിളിക്കുന്നത് അബദ്ധവശാലാണ്. ഈ സഭയുടെ പ്രധാന പേര് ഓർത്തഡോക്സ് സുറിയാനി സഭയാണെന്ന് അവിടെ ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്. അപ്പോ അങ്ങനെ പറയുന്നതായ സമയത്ത് അത് അംഗീകരിക്കണമല്ലോ. അത് ഈ 58 മുതല് ഈ 70 വരെ ഇത് അംഗീകരിച്ചുകൊണ്ടാണല്ലോ വന്നത്. ഇത് യാക്കോബായ സഭ എന്ന് പറയുന്നത് തെറ്റാണെന്ന് ഈ 12 വർഷം പറഞ്ഞുകൊണ്ടിരുന്നല്ലോ. SSLC ബുക്കിനകത്ത് എഴുതിയിരിക്കുന്ന പ്രശ്നം അല്ല, 12 വർഷം പറഞ്ഞല്ലോ. SSLC ബുക്കിനകത്ത് അതിന് മുമ്പ് എഴുതിയായിരിക്കും, അല്ലെ അതിന് ശേഷം എഴുതിയായിരിക്കും. എപ്പോ എഴുതിയാലും ഈ 58 മുതലേ ഇത് തെറ്റാണെന്ന് നമ്മളെല്ലാരും പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ഈ പറയുന്ന ഇപ്പം മാറി നിൽക്കുന്നവരും 12 വർഷം ഇത് പറഞ്ഞുകൊണ്ടല്ലേ ഇരുന്നത്. 12 വർഷം ഇത് അംഗീകരിച്ചുകൊണ്ടല്ലേ ഇരുന്നത്. പാത്രിക്കീസും അംഗീകരിച്ചുകൊണ്ടല്ലേ ഇരുന്നത്. കാതോലിക്കാവെ അംഗീകരിച്ചുകൊണ്ടല്ലേ ഇരുന്നത്. തെറ്റാണെന്ന് പറഞ്ഞ് ഇപ്പൊ എങ്ങനെയാ പറഞ്ഞത് ശരിയാണെന്ന്? ഇനിയും വേറൊന്നും വേണ്ട. ഇപ്പോഴത്തെ പാത്രിക്കീസ് കരിം പാത്രിക്കീസ് അദ്ദേഹം എഴുതിയിരിക്കുന്നതായ ഒരു സിറിയക് ഓർത്തഡോക്സ് ചർച്ച് .org എന്ന് പറയുന്ന ആരെങ്കിലും ഒന്ന് വായിച്ചു നോക്കി. അതിനകത്ത് അദ്ദേഹം പറയുന്നു, യാക്കോബായ എന്ന് പറയുന്നത് തെറ്റായ നമ്മുടെ നാമമാണ്. നമ്മുടെ നാമം ശരിയായിട്ടും സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് എന്ന് അദ്ദേഹം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ ഇവിടുത്തെ യാക്കോബായക്കാരെ ആരെയും അംഗീകരിക്കുന്നത്? ഞങ്ങളുടെ പാത്രിക്കീസ് എന്ന് പറയും. പാത്രിക്കീസ് അംഗീകരിക്കാത്ത യാക്കോബായ ഇനിയും അന്ത്യോക്യൻ പാത്രിക്കീസിന്റെ കീഴിലുള്ള ഏതെങ്കിലും ഒരു പള്ളി ഈ മലങ്കരയിലുള്ള അല്ലാതെ ഏതെങ്കിലും ഒരു പള്ളി യാക്കോബായ എന്ന് എഴുതിയിരിക്കുന്നത് കാണിക്കാമോ? അവർക്ക് അമേരിക്കയിലുണ്ട്, യൂറോപ്പിലെല്ലാം ഉണ്ട്, പേർഷ്യയിലുണ്ട്, പലയിടങ്ങളിൽ അവർക്ക് പള്ളികളുണ്ട്. ഈ അന്ത്യോക്യൻ പാത്രിക്കീസിന് ആ ഒരൊറ്റ പള്ളിയിൽ പോലും സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് ഓഫ് ഡാളസ്, സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് ഓഫ് ഹാംബുർഗ് ഇങ്ങനെ കാണിക്കുന്നുള്ളൂ. മലങ്കരയിലെ യാക്കോബയിലൊന്നും. പിന്നെ ഇതെവിടെ വന്നു? തന്നെയല്ല, ഇവിടെ വന്നത് എന്നാ 1836 ഈ യാക്കോബായ എന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയത്. 1836 യാക്കോബായ എന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇത് 1912 1836 മുതൽ 1912 വരെ ഇവിടെ യാക്കോബായ ഉപയോഗിച്ചിട്ടുള്ളൂ. ആ പാരമ്പര്യത്തിൽ മനുഷ്യന്റെ മനസ്സിൽ കിടന്നത് ചിലപ്പോൾ എഴുതി വെച്ചായിരിക്കും. പക്ഷെ 1836 മുതൽ 1912 വരെ യാക്കോബായ ഉപയോഗിച്ചു. അത് 1912 പറഞ്ഞു യാക്കോബായ നമ്മുടെ പേരല്ല, തെറ്റാണ്, അത് റോങ് ആയിട്ട് ഉപയോഗിച്ചതാണ്, മലങ്കര സഭയുടെ പേര് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എന്നാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്ന് ഈ പറയുന്ന 12 വർഷം നമ്മളെല്ലാവരും മലങ്കര സഭയിൽ കാണുന്ന ഇന്ന് യാക്കോബായ എന്ന് പറഞ്ഞു നിൽക്കുന്നവരും നമ്മളും എല്ലാം യാക്കോബായ തെറ്റാണ് എന്ന് 12 വർഷമായിട്ട് പറഞ്ഞുകൊണ്ട് നടന്നല്ലേ നമ്മൾ എല്ലാവരും ഒരുമിച്ച്, അല്ലേ? 70 വരെ പറഞ്ഞുകൊണ്ട് നടന്നാണല്ലോ. പിന്നെ ഇപ്പൊ എവിടുന്ന യാക്കോബായ ഉണ്ടായേ?